ബിന്നിക്കാണ് ഒരു വിഷമം. ബിന്നിക്കിപ്പം എവിടെ പോയി പരദൂഷണം പറയണമെന്ന് അറിയത്തില്ല. മറ്റേത് രണ്ടിടത്തും പോകുമായിരുന്നു. അതായത് ഒരു വള്ളത്തിൽ മാത്രം കാല് വെക്കാതെ 2 വള്ളത്തിലും അല്ലെങ്കിൽ 3 വള്ളം ഉണ്ടെങ്കിൽ 3 വള്ളത്തിലും കാല് വെക്കാൻ റെഡിയാണ്. അതിനെയാണ് ന്യൂട്രൽ പിടിക്കുക, ഡിപ്ലോമാറ്റിക് ആകുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിന്നി ആ ഒരു സ്റ്റാൻഡിൽ പോകുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ബിന്നിയെക്കുറിച്ച് കരുതി വെക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ, ബിന്നി അങ്ങനെ ഇന്ന ആളുടെ കൂടെ ഒന്നും ഉണ്ടാവത്തില്ല, എല്ലാവർക്കും ഒപ്പം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ആ ഒരു മധ്യസ്ഥത എന്ന് പറയുന്നത് ആദിലയും നൂറയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇന്നിപ്പോൾ സംഭവം കലങ്ങി. അതായത് ബിന്നിക്ക് ഒരിടത്ത് നിന്നേ പറ്റും. അങ്ങനെ ബിന്നി കഷ്ടപ്പെട്ട് അപ്പാനി, ജിസൈൽ, റെന ഫാത്തിമ, അക്ബർ, ആര്യൻ ഇവരുടെ ഒരു ടീമിനകത്തോട്ട് വരികയാണ്. പക്ഷെ ഇവർക്കാണെങ്കിലോ ആര്യനാണെങ്കിൽ ബിന്നി ഒന്ന് തലകറങ്ങി വീണതിനെ വരെ അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റെന ഫാത്തിമയും എല്ലാം ബിന്നിയെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തേക്ക് തന്നെ ബിന്നിയെ മാറ്റി നിർത്തി പരിഹസിക്കുന്നവരുടെ അടുത്തേക്ക് തന്നെ ബിന്നി പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ബിന്നി ആ കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. കാരണം ബിന്നി കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് ആൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ കിച്ചൺ സൈഡിൽ നമ്മുടെ മനുമോൾ ഒറ്റയ്ക്ക് നിന്ന് വെസൽ മൊത്തം ക്ലീൻ ചെയ്യുകയാണ്, പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ ആ റെന ഫാത്തിമ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ നെവിൻ പോയതിൻ്റെ കാരണവുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അതുപോലെ തന്നെ ജിസേലിനെ അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്, ജിസേലിനെ അടിച്ചതല്ല സോറി, ജിസേലിൻ്റെ ചുണ്ടത്ത് ടിഷ്യൂ പേപ്പർ ഒന്ന് തടവിയതുമായിട്ടും ബന്ധപ്പെട്ട് അനുമോൾക്ക് നെഗറ്റീവ്സ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അനുമോൾ ചെയ്തത് ശരിയല്ല, അത് സത്യമാണ്, അനുമോൾ ചെയ്തത് ശരിയല്ല. മാത്രമല്ല ഒരു ഡബിൾ സ്റ്റാൻഡ് ഡയലോഗും അനുമോളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് നെവിൻ പോയപ്പോഴത്തേക്ക് ആൾ പെട്ടെന്ന് ഷോക്കായിട്ട് അയ്യോ ഞാൻ കാരണമാണോ നെവിൻ പോയത് എന്ന് പറഞ്ഞിട്ട് ആദിലയും നൂറയും ഒന്ന് സമാധാനിപ്പിച്ച് ട്രാക്കിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും നെവിൻ പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മനസ്സിലും നെവിൻ തിരിച്ചു വരും, ലാലേട്ടൻ്റെ കൂടെ തിരിച്ചു വരും എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. നമുക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ എന്താ സംഭവിക്കാന്ന് അറിയത്തില്ല. ഏതായാലും വെസൽ ടീമിൽ നിന്ന് അനുമോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കാഴ്ചക്കാരായിട്ട് കുറച്ചങ്ങ് ബാക്കിലോട്ടായിട്ട് അപ്പാനി ഭയങ്കര വട്ട് പിടിച്ച സംസാരമാണ്. കിളി പോയി കിടക്കുക എന്ന് തോന്നുന്നത് എല്ലാം കൂടെ കണ്ടിട്ട്. പിന്നെ റെന ഫാത്തിമയ്ക്ക് കിളിയൊന്നും പോയിട്ടില്ല. റെന ഫാത്തിമ ഓൾറെഡി അങ്ങനെയാണ്. റെന ഫാത്തിമ, അക്ബർ, അപ്പാനി, ബിന്നി, ആര്യൻ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പട്ടി എന്നും പറഞ്ഞിട്ട് അനുമോളിനെ ഭയങ്കരമായിട്ടും ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുള്ളിങ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പട്ടി അനുസരണയുള്ള പട്ടിയാണതോ, നല്ലോണം പാത്രമൊക്കെ കഴുകുന്നുണ്ട്, പട്ടി അനുസരിക്കുന്നുണ്ട്, അനുമോൾ പട്ടിയാണോ, അനുമോളുടെ പട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് റെന ഫാത്തിമ നന്നായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ അക്ബർ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ കൂടോത്രമാണ്, അവൾ മന്ത്രവാദമാണ്, അപ്പാനി പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പെട്ടെന്ന് പറയുന്നത് ഞാനല്ല അത് പറഞ്ഞത്, അവളുടെ കൂട്ടുകാരി ശൈത്യയാണ് പറഞ്ഞത്, അവൾ മന്ത്രവാദിനിയാണ്, അവൾ പ്രാഗിയ ഫലിക്കും, ഓം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമഡി അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ടും തിരിഞ്ഞു നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അനുവിനെ പിന്നെ എടുത്ത് സൂം ചെയ്ത് മുഖമൊന്നും കാണിക്കുന്നില്ല. അനു പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് റെന ഫാത്തിമ അവിടുന്ന് അങ്ങോട്ടേക്ക് കിച്ചണിലോട്ട് പോയി. അപ്പോഴേ അക്ബർ വിളി തുടങ്ങി, ദോ വെട്ടുകളി ദോ എണീറ്റ് പോകുന്നു, ചീവീട് ദോ എണീറ്റ് പോകുന്നു. കാരണം എന്തുവാ, ഈ ചെല്ലുന്നത് അനുമോളടുത്ത് അടിയുണ്ടാക്കാനാണ്. അപ്പം റെന ഫാത്തിമ അനുമോളടുത്തോട്ട് പോയതിന് ശേഷം ഒരു കപ്പെടുത്ത് വെള്ളം കുടിച്ചിട്ട് ആ കപ്പെടുത്ത് അനുമോളുടെ മുമ്പിൽ തന്നെ വെച്ച്, എന്തിനാ കഴുകി വെക്കുവോ എന്നറിയാൻ. അനുമോളൊന്നും മൈൻഡ് ചെയ്തില്ല. അനുമോൾ അത് കഴുകി വെച്ചു. റെന ഫാത്തിമയ്ക്ക് പ്രത്യേകിച്ച് കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അനുമോളെ ചൊറിഞ്ഞാൽ ക്യാമറയിൽ സ്പേസ് കിട്ടുമെന്നുള്ളത് റെനയ്ക്കറിയാം. റെന കുറച്ച് ബുദ്ധിമതിയാണ് കേട്ടോ. പക്ഷെ അത് ഏത് സ്പേസാണ് കിട്ടുന്നതെന്നുള്ളത് റെന മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അനുമോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് അനുമോൾക്ക് നല്ല വിഷമമുണ്ട്. ഒരു വട്ടം മാത്രമാണ് സൂം ചെയ്ത് ആ ക്ലോസപ്പിൽ ആ ഫേസ് കാണിക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇന്നത്തെ ദിവസം 2 പേര് ചോറ് വെച്ചു. അപ്പം ബിഗ് ബോസിൻ്റെ അടുക്കള 2ആയിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അനുമോൾ വെച്ച ചോറ് കുറച്ച് മസാലച്ചോറ് എന്തോ ആണ്, കണ്ടിട്ട് ബിരിയാണി പോലൊക്കെ തോന്നി. ബാക്കി എല്ലാവരും വെള്ളച്ചോറ്, അത് ജിസേലിൻ്റെ വക ഒരു വെള്ളച്ചോറുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണി പോലെ വെച്ച ചോറ് അനുമോള് എല്ലാവർക്കുമായിട്ട് വെച്ചിട്ടില്ല. എത്ര അരി ഇട്ടെന്നുള്ളത് അനുമോള് ചോറ് വിളമ്പുന്ന സമയത്ത് അപ്പാനി കിടന്ന് എത്ര അരി ഇട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പാനി അവിടുത്തെ ഒരു ക്യാപ്റ്റനാണ് എന്നുള്ളത് ആർക്കും ഒരു വിലയില്ല. ഈ ആഴ്ച മൊത്തത്തിൽ ഒരു ഗുലുമാലായിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിൻ്റെ പ്ലാനാണ്. സൈച്ചാധിപതിയൊക്കെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ക്യാപ്റ്റന് വിലയും ഉണ്ടോ? ഒരു വിലയില്ലാത്തൊരു ക്യാപ്റ്റനായി പോയി, അധപ്പതിച്ചു പോയ ഒരു ക്യാപ്റ്റൻസി
ബിസി ആയിരുന്നു ഈ ആഴ്ച. അങ്ങനെ ഈ ചോറ് എല്ലാവർക്കും കുറേശ്ശെ അതായത് മീൻസ് റെന ഫാത്തിമയും അപ്പാനി അക്ബറൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് തള്ളുവാണ്, ചേറിട്ട് താ അനുമോളെ ചേറിട്ട് താ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇത്തിരി ചോറ് വെച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല, കൊടുത്തു, ഇച്ചിരി ചോറേ കൊടുത്തോളൂ. പിന്നെ എല്ലാവരെയും ബാക്കി എല്ലാവരെയും ഒനീൽ ചേട്ടാ, ഷാനവാസിക്ക, രേണു ചേച്ചി എന്നൊക്കെ പറഞ്ഞ അനുമോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി കുറേ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനെ വിളിച്ചു വരുത്തി ചോറിട്ട് കൊടുക്കാൻ നേരത്ത് ഷാനവാസ് കുറച്ച് മതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് മറ്റേ അനുമോൾ കേട്ടത് കുറച്ചുകൂടി ഇടുന്ന കണ്ട. അനുമോളാണെങ്കിൽ കാര്യമായിട്ട് ഇത് തട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ ചോറ് എല്ലാവർക്കും കൊടുത്ത് തീർക്കണം, ആർക്ക് കൊടുക്കാതെ, റെനയ്ക്കൊന്നും കൊടുക്കാതെ ഇത് തീർക്കണം. അപ്പം ഈ ഒരു ഉദ്ദേശത്തോടെ അനുമോള് റെനയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ കൊടുക്കുമ്പോൾ റെന പിന്നെയും എടുത്തോണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് അപ്പാനി പോയി വിളമ്പാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോൾ പൊട്ടിത്തെറിച്ച്, ഞാൻ അവിടെ വിളമ്പുന്നത് കണ്ടില്ലേ, ഞാൻ വിളമ്പുന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനുമോൾ എനിക്ക് വെക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ മിടുക്കിയാണ് അനുമോളെന്ന് ഞാൻ പറയാം. നിങ്ങളല്ലേ പറഞ്ഞ ഈ കരഞ്ഞ് മെഴുകിയിരിക്കുന്നതേ ഉള്ളൂ, അനുമോളൊന്നും ചെയ്യുന്നില്ലെന്ന്. അനുമോൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ജിസേലും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബാക്കി കളിക്കാതെ വെറും പോഴന്മാർ എന്തൊക്കെ പറയില്ല, വെറും മൊണ്ണകളായിട്ടിരിക്കുന്നത് അവിടുത്തെ കുറച്ച് ആണുങ്ങളും പിന്നെ ആ റെന ഫാത്തിമയും പിന്നെ ഇതേണൊക്കെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ബിന്നിയും ഒക്കെയാണ്. അപ്പം ഈ പറയുന്ന ബിന്നി അവിടെ നിന്ന് കേട്ടപ്പോൾ തന്നെ ബിന്നി പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ കോണ്ടന്റ് ഇട്ട് കൊടുക്കാതെ അവളിങ്ങനെ ഹൈപ്പ് ചെയ്യാതെ എന്നൊക്കെ ബിന്നി അവിടെ നിന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബിന്നിക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അങ്ങനെ എന്തായാലും റെന ഫാത്തിമ ഇട്ട ചോറ് കുറച്ച് കുറവാണ്, ഷാനവാസിക്കാക്ക് പിന്നെയും ചോറ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റെന ഫാത്തിമ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. ഇതെന്താ അനുമോളെ, വിശക്കുന്നവർക്ക് ഒരിത്തിരി ചോറ് കൊടുക്കത്തില്ലേ? ഏത് നേരം ഉള്ള ഒരു തേർഡ് റൈറ്റ് ഡയലോഗാണ് റെനയ്ക്ക്. ഏത് നേരം ഇത് തന്നെ പറയാനുള്ളൂ, ഒരിത്തിരി മര്യാദ കാണിച്ചൂടെ? ഇതൊക്കെയാണോ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഒരു ചോറ് ചോദിച്ചാൽ, ഒരു ഫുഡ് ചോദിച്ചാൽ തരുത്തില്ലേ? ഇതൊക്കെയാണോ സംസ്കാരം? ഉടനെ അപ്പാനെ ഇങ്ങോട്ട് വന്നിട്ട് നന്നായിട്ട് വെച്ചാൽ മാത്രം പോലെ അത് വിളമ്പി കൊടുക്കുമ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. പിന്നെ ചിരിച്ച് ചോറ് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. പിന്നെ റെന ഫാത്തിമയ്ക്ക് കൊടുക്കത്തില്ലെന്ന് അനുമോൾ അങ്ങ് തീരുമാനിച്ചു, ഓൾറെഡി കൊടുത്തു, അത് തിന്ന് തീർക്കാതെ ഇത് പോരാ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ചൊറിഞ്ഞ് വല്ലതും ഒക്കെ വേടിക്കണം. അപ്പോൾ അനുമോൾ എന്തായാലും തീരുമാനിച്ചു, റെന ഫാത്തിമ നീ ഇത് കഴിച്ചിട്ട് വാടി എന്നിട്ടേ നിനക്ക് തരുത്തോളൂ എന്നും പറഞ്ഞിട്ട് അനുമോള് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവക്ക് നല്ല ദേഷ്യമായി. ഒരു തരത്തിൽ അനുമോൾ അടുക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവൾ ആ ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് എനിക്ക് വേണ്ട. അപ്പം ജിസേൽ, എൻ്റെ വെള്ളച്ചോറുണ്ടല്ലോ, എൻ്റെ വെള്ളച്ചോറ് എടുക്ക്, റെന വെള്ളച്ചോറ് കഴിക്കുക. അങ്ങനെ റെന വെള്ളച്ചോറ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അനുമോൾ അന്നേരം പറയുന്നുണ്ട്, റെന ഫാത്തിമ നിനക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അപ്പോൾ നീ നന്നായിട്ട് നക്കി വടിക്കുന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ റിവ്യൂ കണ്ടാൽ മതി. എന്തോ ഒരു മട്ടൻ ബിരിയാണിയാണ് അവൾ എടുത്തു വെച്ച് കഴിച്ച, മട്ടൻ കറിയും ചോറും ഒക്കെ നന്നായിട്ട് നക്കി വടിക്കുന്ന ഫോട്ടോ സഹിതം റെന കഴിച്ചത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് അനുമോളെ കുറിച്ച് പറഞ്ഞത് ഫുഡിനകത്ത് വിഷം കലർത്തി എന്നോ ഫുഡിനകത്ത് കൊള്ളത്തില്ലെന്ന് എന്തൊക്കെയോ റെന അവിടെ പറഞ്ഞതെല്ലാം അനുമോള് തിരിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് റെന ടാസ്കായിട്ട് കാണണം അനുമോളയെ എന്നും പറഞ്ഞ അടുത്ത ഡയലോഗ്. ഈ കുറച്ച് ഡയലോഗുകളെല്ലാം പഠിച്ചിട്ടാണ് വന്നത് പുള്ളിക്കാരി. അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെ ചൊറിഞ്ഞ് ചീവീടിൻ്റെ കണക്ക് ഇങ്ങനെ ബഹളം വെച്ചിട്ട്. അങ്ങനെ ഏതൊക്കെയാണെങ്കിലും ശരി, അനുമോള് ഒട്ടും അടുത്തില്ല. അങ്ങനെ റെന പിന്നെ ആ ചോറ് അവിടെ മാറ്റി വെച്ചില്ല കേട്ടോ, മാറ്റി വെച്ചില്ല. ആ പ്ലേറ്റിലെ ചോറ് കൈ വെച്ച് അങ്ങോട്ട് എടുത്തിട്ട് അനുമോളുടെ കൈ ഇരുന്ന് ആ ഒരു ചരുവത്തിലേക്ക്, വലിയ പാത്രമാണ്, അതിനകത്തോട്ട് തള്ളി കൈ വെച്ചങ്ങിട്ട്. അപ്പോഴും അനുമോൾ പ്രശ്നം ഉണ്ടാക്കിയില്ല. അനുമോൾ ഇവളെന്താ ഈ കാണിക്കുന്നേ എന്നും പറഞ്ഞിട്ട് അനുമോൾ അന്നേരം അത്രേ കാണിച്ചോളൂ, അത്രേ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റെന ഫാത്തിമ പോയി അവിടെ ഇരുന്ന് ആ വെള്ളച്ചോറ് ജിസേൽ കൊടുത്തത് വന്നെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ റെന ഫാത്തിമ ആ ചോറെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അപ്പാനി വന്നിട്ട്, നിനക്ക് ഈ ചോറ് വേണോ, നിനക്ക് ആ ചോറ് വേണോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ പോയി കഴിക്കടി, നീ ഇവിടുത്തെ അരിയാണ്, അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അല്ല എന്നും പറഞ്ഞിട്ട് ലൈവിൽ ഭയങ്കര ഭൂകമ്പം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ടാസ്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്, അനുമോളെ എങ്ങനെയെങ്കിലും ചൊറിയുക, അനുമോളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ഒപ്പിക്കുക. ശരിക്കും ഇനി ഈ പറയുന്ന അനുമോള് നമ്മൾ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിലും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്നൊരു വൈൽഡ് കാർഡ് ഉണ്ടാവും. അത് അനുമോൾക്ക് പോസിറ്റീവ് ആയിരിക്കുമോ, അനുമോൾക്ക് നെഗറ്റീവ് ആയിരിക്കുമോ, അനുമോളെ ഇതിൽ കൂടുതൽ ട്രിഗർ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. പക്ഷേ വരുന്ന ഒരു വൈൽഡ് കാർഡ് അടിപൊളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജിസേൽ, ആര്യൻ ഈ ഒരു ടീമിന് നല്ലൊരു ഭീഷണിയായിരിക്കും. കാരണം ഒരുവിധമൊക്കെ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഈ വൈൽഡ് കാർഡ് ഇതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ അത് ആരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വൈൽഡ് കാർഡ് ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല.
ഓൾമോസ്റ്റ് ഗസ്സൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ഫോട്ടോസൊക്കെ ഞാനും കാണുന്നുണ്ടെങ്കിലും എനിക്കതൊന്നും വലിയ വിശ്വാസം തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ പേരും പറയാത്തത്. അപ്പം നിങ്ങൾ ലൈവിലെ ഇന്നത്തെ വിശേഷങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ പറയുക ജിസേൽ, മനുമോള്, റെന, ഫാത്തിമ ആരാണ് ബെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. 100 ദിവസം ഉണ്ടല്ലോ നമുക്ക്. അപ്പം സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈവ് അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.